ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവവചനത്തിന് മുമ്പാകെ കടന്നു വരുവാൻ വലിയവനായ ദൈവം നൽകിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായമാണല്ലോ നാം ഈ ദിവസങ്ങളിലായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 8-ാം അധ്യായം നാം നേരത്തെ ചിന്തിച്ചതുപോലെ പുതിയ നിയമ പുസ്തകങ്ങളിലെ അധ്യായങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു അധ്യായമാണ്. സാധാരണ വ്യക്തികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമുണ്ടാകും. എങ്ങനെയും പാപമോചനം ലഭിക്കണം, എങ്ങനെയും ആത്മാവിന് ശാന്തി ലഭിക്കണം, അതിനുവേണ്ടി എത്രയോ സ്ഥലങ്ങൾ കയറിയിറങ്ങുന്നു. തീർത്ഥാടന സ്ഥലങ്ങളിൽ വലിയ തിരക്കുകൾ അനുഭവപ്പെടുന്നു. ഓരോ വർഷവും കോടാനുകോടി രൂപയാണ് ഉത്സവങ്ങൾക്കായി, ആത്മീയ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നത്. എന്നിട്ടും പാപത്തിന് മോചനം ലഭിക്കുന്നുണ്ടോ? ആത്മാവിൻ്റെ ശാന്തി ഉറപ്പ് ആകുന്നുണ്ടോ? ആരോട് ചോദിച്ചാലും പറയുന്നത് ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുകയാണ്, ബാക്കിയെല്ലാം ദൈവമാണ് ചെയ്യേണ്ടത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. Those who are in Christ. ഇവിടെയാണ് നാം വളരെ മനസ്സിരുത്തി ചിന്തിക്കേണ്ടത്. ഇന്നലെയും നാം ചിന്തിക്കുകയുണ്ടായി. ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ കേവലം ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ, കേവലം ക്രിസ്തീയ ആചാരങ്ങൾ ആചരിച്ചതുകൊണ്ടോ ഒരുവൻ ക്രിസ്തുവിലായി തീരുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞായി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് വളരെ പ്രാഗൽഭ്യത്തോടു കൂടി പറയുവാൻ കഴിയും, ഞാൻ ഈ പിതാവിൻ്റെ മകനാണ്, പിതാവിൽ നിന്ന് ജനിച്ചവനാണ്. മറ്റുള്ളവരൊക്കെയും സ്നേഹമുള്ളവരായിരിക്കാം, മറ്റു വിധത്തിൽ നമുക്ക് സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്നവരായിരിക്കാം. എന്നാൽ പിതാവെന്ന് പറയുവാൻ, മാതാവെന്ന് പറയുവാൻ ഒരേ ഒരാളേ ഉള്ളൂ, അവരിൽ നിന്ന് ജനിച്ചതുകൊണ്ട്. ഇതുപോലെ യേശുക്രിസ്തുവിൽ ജനിക്കുന്നവന് മാത്രമേ യേശുക്രിസ്തുവിലാകുവാനായി കഴിയത്തുള്ളൂ. വളരെ പരിചിതമായൊരു ഭാഗം, നമുക്കെല്ലാവർക്കും പരിചിതമായ ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം, അതിൻ്റെ 3-ാം അധ്യായം. ആ 3-ാം അധ്യായത്തിൽ യേശു കർത്താവ് യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദോമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനോട് സംവാദിക്കുന്നതായി കാണുന്നു. അവൻ രാത്രിയിലാണ് കർത്താവിൻ്റെ അടുക്കൽ വന്നത്. കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ട് പറയാൻ, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. താൻ ദൈവത്തെ ഒന്ന് ഉയർത്തിക്കാണിക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ കർത്താവിന് മറ്റുള്ളവരുടെ പ്രശംസയൊന്നും ആവശ്യമില്ല. നേരെ കർത്താവ് വിഷയത്തിലേക്ക് വരികയാണ്. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. ആരോടാണ് പറയുന്നറിയാമോ? യഹൂദന്മാരുടെ പ്രമാണിയായ, ഉപദേശകനായ ഒരു വ്യക്തി. താൻ വിചാരിച്ച പല കാര്യങ്ങളിലും എനിക്ക് അറിവുള്ളവനാണ്, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവനാണ്. എന്നാൽ കർത്താവ് നേരിട്ട് ഉത്തരം പറയുകയാണ്. ആമേൻ ആമേൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. അതിൻ്റെ പ്രാധാന്യമാണ് കാണിക്കുന്നത്. ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നിക്കോദോമോസ് പറഞ്ഞ എന്താണെന്നറിയാമോ? നിക്കോദോമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവന് മാനുഷികമായിട്ട് മാത്രമേ ഈ ജനനത്തെ കാണുവാനായിട്ട് കഴിയത്തുള്ളൂ.
അവൻ കണ്ടിരിക്കുന്ന ജനനമൊക്കെ ഒരു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു ശിശുവിനെ ഉള്ള ബന്ധത്തിലാണ്. അവൻ ചോദിക്കുകയാണ്, ഇങ്ങനെ വീണ്ടും ഒരു ശിശുവായി മാതാവിൻ്റെ ഉദരത്തിൽ കടന്ന് ജനിക്കുവാനായിട്ട് സാധിക്കുമോ? കർത്താവ് എന്നതിന് ഉത്തരം പറയുകയാണ്, യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും, വെള്ളമെന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി ആ കാര്യങ്ങൾ പറയുന്നു. അത് ദൈവവചനത്തെ കാണിക്കുകയാണ്. ഈ ദൈവവചനം കേട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവന് സ്വർഗരാജ്യം കാണുവാൻ കടപ്പാൻ കഴിയുകയില്ല, അവന് ലഭിക്കുകയുമില്ല. ഈ ഭാഗത്താണ് നാം മനസ്സിലാകുന്നത്, ഒരു വ്യക്തി വീണ്ടും ജനിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിന് അവകാശിയായി തീരത്തുള്ളൂ. ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അഥവാ വീണ്ടും ജനിച്ച ദൈവമകനും മകൾക്കും ഒരു ശിക്ഷാവിധിയുമില്ല. അത് മാത്രമല്ല, ഇത് സ്വർഗത്തിൽ നിന്നും ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സ്വർഗമാണ് അതിന്റെ ഉത്തരം നൽകിയിരിക്കുന്നത്. സ്വർഗം പറയുന്നു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗം ഡിക്ലെയർ ചെയ്തു, നീ വീണ്ടും ജനിച്ചു, ഇനി നിന്റെ മേൽ യാതൊരു ശിക്ഷാവിധിയുമില്ല. എത്രയോ പ്രശ്നങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പരിഹാരമുണ്ടായെന്നറിയാമോ? ഇനി തീർത്ഥാടന സ്ഥലത്തേക്ക് പോകണ്ട, യാതൊരു ഉത്സവങ്ങളും നടത്തേണ്ട കാര്യമില്ല, അങ്ങനെയുള്ള യാതൊരു പണച്ചെലവുകളും ചെയ്യേണ്ട കാര്യമില്ല. ദീപാവലിയോ ഹോളിയോ ദുർഗാപൂജയോ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ചെയ്യുന്ന യാതൊരു കാര്യങ്ങൾക്കും ആവശ്യമില്ല. യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുക. എന്നെ ശ്രവിക്കുന്ന പ്രിയരെ, നിങ്ങൾ ആരെങ്കിലും ഈ വിധത്തിൽ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് ക്രിസ്തുവിൽ ആണ് എന്ന ഉറപ്പില്ല എങ്കിൽ ക്രിസ്തുവിലേക്ക് കടന്നു വരിക. ഞങ്ങൾക്കാർക്കും നിങ്ങൾക്ക് രക്ഷ നൽകുവാൻ കഴിയുകയില്ല. ഞങ്ങൾ വെറും ചൂണ്ടുവരകൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് ഞങ്ങൾക്ക് ലഭിച്ച രക്ഷ. ഈ സന്തോഷം ഞങ്ങൾ അനുഭവിക്കും നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് സ്വീകരിക്കാം, നിങ്ങൾക്ക് തിരസ്കരിക്കാം. എന്നാൽ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്നും നിന്റെ വചനത്തിന് മുമ്പാകെ ഞങ്ങൾക്ക് വരുവാൻ ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു. നിന്റെ വചനം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ക്രിസ്തുവിലാണെന്ന ഉറപ്പിൽ ജീവിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണം. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.